മനുഷ്യ സ്വഭാവങ്ങളിൽ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, മോഹങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുന്നു. പണമായാലും പ്രശസ്തിയായാലും അധികാരമായാലും എന്തായാലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നു. വാരിക്കൂട്ടാൻ പറ്റുന്നോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മൾ കുന്നുകൂട്ടാൻ ശ്രമിക്കുന്നു. എല്ലാം എനിക്കുണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതിന് കാരണം എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തണം, എന്നെ തൃപ്തിപ്പെടുത്തണം, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തണം. എനിക്കൊരു തൃപ്തി വരണമെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് തൃപ്തിയാവണം, അവരെ കണ്ണിൽ ഒരു തൃപ്തി ഉണ്ടാവണം, എന്നെ നോക്കി അവർ ബഹുമാനത്തോടെ തൊഴണം, എന്നോട് അവർക്ക് അസൂയ ഉണ്ടാവണം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അസൂയ. പക്ഷെ എന്നോട് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവുന്നത് എനിക്കിഷ്ടമാണ്. അത് നമ്മൾ പറയും അസൂയാണെന്ന്. പക്ഷെ അത് പറയുന്നത് തന്നെ നമ്മുടെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ളവർക്ക് എന്നോട് അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ ആരോ ആണെന്നാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ളവർക്ക് എന്നോട് അസൂയ ഉണ്ടാകത്തക്ക രീതിയിൽ എനിക്കെല്ലാം കുന്നുകൂട്ടണം, എനിക്കെല്ലാം വാരിക്കൂട്ടണം, എനിക്കെല്ലാം ആയിത്തീരണം. അങ്ങനെ ആയിത്തീരുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു തൃപ്തി വരുമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ സമാധാനവും തൃപ്തിയും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ അവ നമ്മളെ അവസാനം വരെ, അതായത് ശ്മശാനം വരെ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ചിലപ്പോൾ ഈ ദഹിപ്പിക്കുന്ന സ്ഥലത്ത് നെഞ്ച് ഉരുകി പൊട്ടാൻ, അതായത് അത് കത്താൻ ഇത്തിരി താമസിക്കും. അപ്പോൾ ആൾക്കാർ പറയുന്നത് തീരാത്ത ധാരാളം ആഗ്രഹങ്ങൾ ഉള്ളവരുടെ ഈ നെഞ്ചിലാണ് ഈ പൊടുപട പൊട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അതിലൊരു അർത്ഥമൊക്കെ ഉണ്ടാ, പറയുന്നത് ശരിയല്ലെങ്കിലും അതിലർത്ഥമുണ്ട്. കാരണം നമ്മൾ മരിക്കുമ്പോഴും നമുക്ക് ധാരാളം ആഗ്രഹങ്ങൾ ബാക്കി വരുന്നു. പലപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക, നമ്മൾ ആഗ്രഹങ്ങളോടെയാണ് മരിക്കുന്നതെങ്കിൽ ആ ആഗ്രഹങ്ങളെ ശരിയാക്കിയെടുക്കാൻ, ആ ആഗ്രഹങ്ങളെ നടപ്പിലാക്കാൻ നമ്മൾ അതേപടി വീണ്ടും ജനിക്കും. അങ്ങനെ ആവർത്തിച്ച് ജനിക്കേണ്ടി വരും നമ്മൾ ആഗ്രഹങ്ങളോടുകൂടി മരിക്കുകയാണെങ്കിൽ. നമുക്കൊരിക്കലും എത്ര നമ്മൾ സമ്പാദിച്ചാലും, എത്ര മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയാലും നമുക്ക് ഒരു ശാശ്വതമായ, ഒരു സ്ഥിരമായ ഒരു സമാധാനം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നറിയുക. എപ്പോഴാണ് നമ്മൾ ഈ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കുന്നത്, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ അവസാനിപ്പിക്കുന്നത്, അപ്പോൾ മുതൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾ നിർത്തുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് വാസ്തവത്തിൽ ഗുണം ഉണ്ടാകുന്നത്. ഈ അഹംബോധം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ അമിതമോഹങ്ങൾ ഈ അടിയിൽ അടപ്പില്ലാത്ത ഒരു പാത്രം പോലെയാണെന്നാണ്. നമ്മൾ അതിലിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി അതിനകത്ത് വാരിയിടും. എന്നിട്ട് കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണില്ല. കാരണം ഒരിക്കലും താഴെ അടിയിൽ അടപ്പില്ലാത്ത ഒരു പാത്രത്തിൽ നമുക്ക് ഒരു കാര്യവും സൂക്ഷിക്കാനൊക്കില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി തളരുക എന്നതല്ലാതെ നമുക്കൊരിക്കലും അവ പൂർത്തീകരിച്ചിട്ട് സമാധാനം നേടാൻ കഴിയില്ല. കാരണം നമ്മുടെ അഹംബോധം, നമ്മുടെ അഹംഭാവം, എന്റേത്, എനിക്കുള്ളത് എന്നുള്ള നമ്മുടെ ഭാവം ഒരിക്കലും നിറയാൻ പോകുന്നില്ല. നമുക്കെപ്പോഴും മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം, വളരെ കുഞ്ഞുനാൾ തൊട്ടേ ഒരു വലിയ മുഷിവ് നമ്മൾ അനുഭവിക്കുന്നു, തൃപ്തിയില്ലായ്മ നമ്മൾ അനുഭവിക്കുന്നു, ശൂന്യത നമ്മൾ അനുഭവിക്കുന്നു. നമുക്കതുകൊണ്ടാണ് ആ തൃപ്തിയില്ലായ്മ, ആ ശൂന്യത, ആ മുഷിവ് ഇല്ലാതാക്കാൻ എന്താണ് മാർഗമെന്ന് നമ്മൾ ചുറ്റിലും നോക്കുന്നു. അപ്പോഴാണ് മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്.
അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് വലിയ സന്തോഷവും സമാധാനവുമാണെന്ന്. നമ്മൾ ചുറ്റിലും നോക്കിയാൽ, ടി വിയിൽ നോക്കിയാൽ, നമ്മുടെ മൊബൈലിൽ നോക്കിയാൽ, നമ്മുടെ നാട്ടിലിറങ്ങി നോക്കിയാൽ ആൾക്കാർക്ക് സന്തോഷം ആയിട്ട് പോകുന്ന കാണാം. ഓരോരുത്തർക്ക് ഓരോ വസ്തുക്കൾ അവരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവരാരെങ്കിലും ആണ്. അങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് ഈ സന്തോഷം. അതുപോലുള്ള സന്തോഷം എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് അതുപോലെ ആകണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, നമ്മൾ ശൂന്യത നിറയ്ക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന് പണത്തിന്റെ കുറവാണെന്നാണ്. അച്ഛനും അമ്മയോടും നമ്മൾ ചോദിക്കുന്നു അത് വേണം ഇത് വേണമെന്ന്, അവര് പറയുന്ന മറുപടി പണമില്ല എന്നാണ്. അത് നമ്മൾ വളരെ കുഞ്ഞുനാളിലെ പഠിക്കുന്ന ഒരു പാഠമാണ്. അപ്പൊ പണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നിറയ്ക്കാനുള്ള ഒരു പ്രധാന മാർഗമാണെന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പൊ പിന്നെ എന്നാൽ വീട്ടുകാരും പറയുന്നത് പഠിച്ച് നല്ല ഉദ്യോഗം നേടി പണം ഉണ്ടാക്കൂ എന്നാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പൊ പണം നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമായി മാറും, പണം ലക്ഷ്യമായി മാറും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അധികാരം, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും മറ്റു ധാരാളം ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ. അധികാരം നമ്മുടെ നമ്മുടെ സംതൃപ്തി ഉണ്ടാക്കാനുള്ള ഒരു മാർഗം. അന്തസ്സ്, സമൂഹത്തിൽ വലിയ ബഹുമാനവും മാന്യതയും അന്തസ്സും. പിന്നെ നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ശരീര സൗന്ദര്യം, ശരീരത്തിനുള്ള പ്രത്യേകിച്ചുള്ള ഒരു ആകർഷണം, പ്രസിദ്ധി, ഇതൊക്കെ ഇവ നേടിയാൽ നമ്മൾക്ക് പൂർണ്ണമായും അംഗീകാരം ലഭിക്കും. അങ്ങനെ പൂർണ്ണമായും അംഗീകാരം ലഭിക്കുമ്പോൾ നമുക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും. ഇതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ പൊതുവെ പഠിച്ച് ഉറപ്പിച്ചു വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹങ്ങളെ പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോ ഈ പറഞ്ഞ ഓരോന്നും നമ്മൾ നേടും. വലിയ അളവിലല്ലെങ്കിലും ചെറിയ അളവിലെങ്കിലും നേടും. എല്ലാവരും പൂർണ്ണമായി നേടിയെടുക്കുമെന്നല്ല, നമ്മൾ മാക്സിമം ശ്രമിച്ച് കുറെയൊക്കെ നേടും. പക്ഷെ എത്ര നേടിയാലും നമ്മൾ ശ്രദ്ധിക്കൂ, ഈ പോയിന്റ് ശ്രദ്ധിക്കൂ, നമ്മൾ എത്ര പണം നിറച്ചാലും, നമ്മൾ എത്ര വലിയ ഉയർന്ന അവസ്ഥയിലെത്തിയാലും, നമ്മൾ എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും, നമ്മൾ ലോക പ്രശസ്തനായാലും നമ്മുടെ മനസ്സിലെ ശൂന്യതയ്ക്ക് പറയത്തക്ക കുറവൊന്നും വരില്ല. നമ്മൾ ധരിച്ചതുപോലെ, നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, ഈ സമൂഹം മുഴുവനും ശ്രമിക്കുന്നത് പോലെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എല്ലാം നേടിയാലും, ഓരോന്ന് നേടിയാലും നമ്മുടെ മനസ്സിലെ ശൂന്യതയ്ക്ക് പറയത്ത കുറവൊന്നും ഉണ്ടാവില്ല. നമുക്കൊരിക്കലും ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു പൂർണ്ണ സമാധാനം, ഒരു ശാന്തി ലഭിച്ചതായി തോന്നില്ല. അത് നമുക്കിപ്പോ ഒരുപക്ഷെ ഇതൊന്നും കിട്ടാത്തത് കൊണ്ട് തോന്നാത്തതാണ്. പക്ഷെ ഈ കിട്ടിയവർക്കും വാസ്തവത്തിൽ അതില്ല. ലോകത്താർക്കും ഈ മെത്തേഡിലൂടെ സമാധാനവും സന്തോഷവും നേടാൻ കഴിയില്ല. ഇതിന്റെ എതിരെ മാർഗത്തിലൂടെ മാത്രമേ അത് ലഭിക്കുള്ളൂ. അതിന്റെ എതിരെ മാർഗം എന്താണെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തുണ്ട്. അതായത് ഈ പറഞ്ഞതെല്ലാം നേടിയ ധാരാളം ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. ഇപ്പൊ നമ്മളെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് ലോക പ്രശസ്തരായ എത്രയോ പേർ. അവർക്കും ഒന്നും നമ്മൾ ഈ പറയുന്ന പോലെ പൂർണ്ണമായ സമാധാനവും ശാന്തിയും സംതൃപ്തിയും മാനസികമായി ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നതാണ്. അവരോട് അടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് അവർക്കില്ല. അവരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നമ്മളത് ടി വിയിലൂടെ ആയാലും അല്ലാതെ ആയാലും ഓരോരുത്തരുടെയും മുഖം നമ്മൾ നോക്കിയാൽ അറിയാം. ഒരു പണക്കാരനെ തന്നെ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പണക്കാരൻ നമ്മൾ കഥയിൽ പോലും കണ്ടിട്ടില്ല, ഞാൻ ഇഷ്ടം പോലെ പണമുണ്ടാക്കി, ഞാൻ പൂർണ്ണ തൃപ്തനാണ്, എനിക്കിപ്പോൾ നിറയെ സമാധാനമാണ്, ഞാൻ ഇനി പണമുണ്ടാക്കുന്നത് നിർത്തുന്നു, ഇപ്പൊ തന്നെ എനിക്ക് അമിതമായ പണമാണ്, ഞാൻ അതിൽ കുറച്ചെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു, എന്റെ ആവശ്യത്തിനുള്ളത് ഒഴിച്ച് ബാക്കി ഞാൻ വിതരണം ചെയ്യുന്നു, കാരണം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമായി. ഞാനിപ്പോൾ പൂർണ്ണമായും പണം ഉണ്ടാക്കാൻ ശ്രമിച്ച കാരണം എന്താണോ അത് സമാധാനത്തിന് വേണ്ടിയാണ്, അതെനിക്ക് കിട്ടി എന്നീ ലോകത്ത് ഒരു പണക്കാരനും പറയുന്നതായി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. നമ്മളത് കേൾക്കാനും പോകുന്നില്ല. പണമുണ്ടാക്കാൻ ഇറങ്ങുന്നവൻ
മരണം വരെ പണത്തിന്റെ പിന്നാലെ പന്തയ കുതിര പായും പോലെ പായി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നമുക്ക്. പണം നമ്മളെ വിടില്ല. പണം ഉണ്ടാക്കാൻ പാടാണ്, പണം വളരെ അത്യാവശ്യമാണ് സമൂഹത്തിൽ ജീവിക്കാൻ. പക്ഷേ പരിധിക്കപ്പുറത്ത് നമുക്ക് പണമോഹമുണ്ടെങ്കിൽ ഏത് മാർഗത്തിലൂടെയും എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, പണമുണ്ടാക്കുക എന്നതാണെങ്കിൽ ഒരു പക്ഷേ ഭഗവാൻ സഹായിക്കും. നീ ഏതെങ്കിലും മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിക്കോ. അങ്ങനെ ഉണ്ടാക്കിയാൽ, പണം എങ്ങനെ ഉണ്ടാക്കിയാലും, നേരായ മാർഗത്തിലൂടെ ആയാലും അല്ലാതെ ആയാലും, ഒടുവിൽ പണം നമ്മളെ വരിഞ്ഞു മുറുകും. നമുക്ക് പണത്തിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാതാവും. പണം നമ്മളെ മുക്കിയെടുക്കും. നമ്മൾ അതിനകത്ത് മുങ്ങിപ്പോവും. ശരിക്കും പറഞ്ഞാൽ പണത്തിൽ നമ്മൾ മുങ്ങിച്ചാകും. അല്ലാതെ പണം കൊണ്ട് നമ്മൾ സമാധാനമൊന്നും ഒരിക്കലും വാങ്ങിക്കാൻ പോകുന്നില്ല. പണം വളരെ ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പൈസ വളരെ അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് ഒരു ഗ്ലാസ് നല്ല ശുദ്ധ പച്ചവെള്ളം പോലും കിട്ടില്ല. പണം നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യണം, കഠിനമായി അധ്വാനിക്കണം. അതൊക്കെ ശരി. പക്ഷേ പണം കൊണ്ട് നമ്മൾ ഈ ഭൂമിയെയും ലോകത്തെയും വിലയ്ക്ക് വാങ്ങി നമ്മൾ രാജാവായി, ചക്രവർത്തിയായി സമാധാനപൂർവ്വം ജീവിക്കാമെന്നുള്ള നമ്മുടെ ചിന്ത ഒഴിവാക്കണം. അതേ പറയുന്നുള്ളൂ. ഈ ആഗ്രഹം, പണത്തിന്റെ പിന്നാലെ നമ്മൾ പൊയ്ക്കഴിയുമ്പോൾ പണം നമ്മളെ മോഹിപ്പിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞെന്ന് തോന്നുന്നു, പണം മാത്രമല്ല, ഈ പുതിയ നോട്ടുകൾ നമ്മൾ കണ്ടാൽ നമ്മൾ അതിൽ നിന്ന് കണ്ണെടുക്കില്ല, നമുക്ക് പറ്റില്ല. മറ്റൊന്ന് സ്വർണം, അത് പണത്തിന്റെ മറ്റൊരു രൂപമാണ്. അത് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ഈ ലോകത്ത് ഈ ഏറ്റവും അധികം മനുഷ്യനെ മോഹിപ്പിക്കുന്ന ഒരു മെറ്റൽ അത് സ്വർണമാണ്. അതിനൊരു പ്രത്യേക കളർ തന്നെ ഉണ്ട്. ശരിക്കും അത് ഈശ്വരൻ അങ്ങനെ വെച്ചിരിക്കുന്നതാ. പണം അത് കറൻസി നോട്ടായാലും അത് സ്വർണമായാലും മറ്റേത് രൂപത്തിലായാലും നമ്മൾ അതിലോട്ട് ഒന്ന് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെട്ടാൽ അത് നമ്മളെ വലിഞ്ഞു മുങ്ങും. പിന്നെ നമ്മൾ ഏത് മെത്തേഡിലൂടെയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ പൊതുവെ നശിക്കാനാണ് സാധ്യത. മോഹമാണ്, ആഗ്രഹമാണ് നമ്മൾ അവസാനം പണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. പണം മാത്രമല്ല, അത് രാഷ്ട്രീയമാവട്ടെ, അത് അധികാരമാവട്ടെ, പ്രശസ്തിയാവട്ടെ, എന്തോ ആവട്ടെ, നമ്മൾ അതിന്റെ പിന്നാലെ കൂടിയാൽ അത് നമ്മളെ ഈ പെരുമ്പാമ്പ് വലിഞ്ഞു മുറുക്കുന്നത് പോലെ മുറുക്കും. നമ്മളറിയില്ല, നമുക്ക് സമാധാനം ഉണ്ടെന്ന് തോന്നും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ശ്രദ്ധിക്കൂ. ഈ പണക്കാർക്കൊരു സമാധാനം ഉണ്ട്, ഇല്ലെന്നല്ല. പണവും പ്രശസ്തിയും അധികാരവും ഒക്കെ ഉള്ളവർക്ക് കൃത്യമായിട്ടും സമാധാനവും ശാന്തിയും ഉണ്ട്. പക്ഷെ അവരുടെ സമാധാനവും ശാന്തിയും അത് താൽക്കാലികമായ മായിക പ്രതിഭാസമാണെന്ന് അറിയുക. നമുക്ക് അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് പറയാം, പക്ഷേ അത് മാത്രമല്ല, അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ സുഖം ദുഃഖത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ശരിക്കും സുഖം, ശരിക്കും സമാധാനം ആന്തരികമാണ്. ഭിക്ഷക്കാർക്ക് അത് കിട്ടാറുണ്ട്. ഈ ലോകത്തിലെ മിക്ക അവതാരങ്ങളും ഭിക്ഷക്കാരായിരുന്നു. നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട അവതാരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭിക്ഷക്കാരനായിരുന്നു. ബാബയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭഗവാന് ഒരു 10 ഇരട്ടി ടാറ്റയോ ബിർളയോ അംബാനിയോ ആവാൻ 1 മിനിറ്റ് പോലും വേണ്ട. പക്ഷെ അവര് ഭിക്ഷയെടുത്താണ് ആഹാരം കഴിച്ചിരുന്നത്. വളരെ ചെറിയ ചെറിയ തോതിൽ ഭിക്ഷയെടുത്ത് മാത്രം അവസാനം വരെയും. അപ്പൊ ഭിക്ഷയെടുത്ത് ഈശ്വരൻ ഭൂമിയിൽ വന്ന് ജീവിച്ചത് ധാരാളം ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. അവരാരും പണത്തിന്റെയും സിനിമയുടെയും രാഷ്ട്രീയത്തിന്റെയും പിന്നാലെ പോയില്ല. അവർ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പോയില്ല, വേൾഡ് പ്രസിഡന്റ് ആവാൻ പോയില്ല, ഒരു യുദ്ധം നയിക്കാൻ പോയില്ല, രാജ്യം കീഴടക്കാൻ പോയില്ല. ഏത് നമ്മുടെ കണേശ്വരെ എടുക്കൂ, ബുദ്ധൻ, മഹാവീരൻ, മുഹമ്മദ് നബി, ഇങ്ങനെ ആരെടുത്താലും അവരാരും നമ്മളിപ്പോ ഈ പറഞ്ഞതിന്റെ പിന്നാലെ അല്ല ഓടിയത്. പക്ഷെ അവർക്കെല്ലാവർക്കും അവരുടേതായ ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും ഇഷ്ടം പോലെ വാരിക്കോരി നൽകുകയും ചെയ്തു. നമ്മുടെ മോഹങ്ങളിൽ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ധനമോഹമാണ്. ധനമോഹം കഴിഞ്ഞാൽ പിന്നെ അധികാരമോഹം, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ പ്രശസ്തി മോഹം, ഇതെല്ലാം കെണിയാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ സൂക്ഷിക്കുക, ഇതിനെക്കുറിച്ച് അറിയുക. കാരണം നമ്മൾ ഇതിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ അധപ്പതിക്കുന്നു. നമ്മൾ ഏത് ലോകത്തിൽ നിന്നാണോ വന്നത് ആ ലോകത്തോട്ട് പോലും തിരിച്ചു പോകാൻ പറ്റാതെ അതിനേക്കാൾ താഴെ ലോകത്തോട്ട് പോകേണ്ടി വരുന്നു നമ്മൾ ഇതിന്റെ പിന്നാലെ ഓടിയാൽ. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല.
പണവും അധികാരവും പിന്നെ ഈ സമ്പത്തും പ്രശസ്തിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം പറയുന്നില്ല. ഏതിന്റെ പിന്നാലെ പോയാലും അതെല്ലാം നമ്മുടെ കെണികളാണ്, നമ്മളെ അധപ്പതിപ്പിക്കുന്നു.